കോൺഗ്രസിനെ കടുത്ത പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ട് ഇപ്പോൾ ബിജെപിയിലേക്ക് ചേരുന്നു. ബിജെപി ആസ്ഥാനത്തെത്തിയാണ് അംഗത്വം എടുക്കുക. ബിജെപി ദേശീയ അധ്യക്ഷനായ ജെ.പി. നദ്ദ അടക്കമുള്ള മുതിർന്ന നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ദേശീയതയുടെ ഭാഗമാകാൻ പത്മജ വേണുഗോപാൽ തീരുമാനിച്ചിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന കെ കരുണാകരന്റെ മകൾ ബിജെപിയിൽ ചേരുന്നതോടെ കേരളത്തിലെ രാഷ്ട്രീയം മാറിമറിയുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. തുടർച്ചയായി കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ അവഗണനയും കോൺഗ്രസ് നിലപാടുകളിൽ വന്ന മാറ്റവുമാണ് പത്മജ വേണുഗോപാലിനെ ബിജെപിയുടെ പാതയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ച നേതാവ് കൂടിയാണ് പത്മജ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ പത്മജ വേണുഗോപാൽ ബിജെപിയിൽ അംഗത്വം സ്വീകരിച്ചാൽ അത് കോൺഗ്രസിന് ഏൽക്കുന്ന കനത്ത തിരിച്ചടിയാകും. മുൻപ് ബിജെപിയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി പത്മജ വേണുഗോപാൽ തന്നെ രംഗത്ത് വന്നിരുന്നു. അഭ്യൂഹങ്ങൾ ശുദ്ധ അസംബന്ധമാണെന്നായിരുന്നു അന്ന് പത്മജ പറഞ്ഞത്. പത്മജ ബിജെപിയിൽ ചേരുകയാണെന്ന പ്രചാരണം ശക്തമായതിന് പിന്നാലെയാണ് നേതാവ് തന്നെ ഫേസ്ബുക്കിലൂടെ വിശദീകരണവുമായി രംഗത്തെത്തിയത്. ബിജെപിയിൽ പോകുന്നു എന്നൊരു വാർത്ത ഏതോ മാധ്യമത്തിൽ വന്നെന്ന് കേട്ടെന്നും എവിടെ നിന്നാണ് ഇത് വന്നതെന്ന് അറിയില്ലെന്നും പത്മജ പറയുകയുണ്ടായി. എന്നോട് ഒരു ചാനൽ ചോദിച്ചപ്പോൾ ഈ വാർത്ത ഞാൻ നിഷേധിച്ചതാണ്. ഇപ്പോഴും അത് ശക്തമായി നിഷേധിക്കുന്നു. അവർ എന്നോട് ചോദിച്ചു ഭാവിയിൽ പോകുമോ എന്ന്. ഇന്നത്തെ കാര്യമല്ലേ പറയാൻ പറ്റൂ, നാളത്തെ കാര്യം എനിക്ക് എങ്ങനെ പറയാൻ പറ്റും എന്ന് തമാശയായി ഞാൻ പറഞ്ഞു. ഇതിങ്ങനെ വരും എന്ന് വിചാരിച്ചില്ല എന്നായിരുന്നു പത്മജ അന്ന് വിശദീകരണമായി പറഞ്ഞത്. പത്മജ വേണുഗോപാൽ ബിജെപിയിലേക്ക് പോകുന്നത് തടയാനുള്ള കോൺഗ്രസിന്റെ എല്ലാ ശ്രമങ്ങളും ഇതോടെ പാളിപ്പോയിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കളുടെ അനുനയ ശ്രമങ്ങളെല്ലാം പത്മജ തള്ളിക്കളഞ്ഞു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പത്മജയോട് സംസാരിച്ചുവെങ്കിലും അതിന് യാതൊരുവിധ ഫലവും ഉണ്ടായില്ല. ഇനി കോൺഗ്രസിന് കിട്ടുന്ന രാജ്യസഭാ സീറ്റ് വേണമെന്ന നിലപാടിൽ പത്മജ ഉറച്ചു നിൽക്കുകയാണ്. പത്മജ നിലപാടിൽ ഉറച്ചു നിന്നതോടെയാണ് അനുനയ നീക്കങ്ങളെല്ലാം പാളിയത്. തൃശൂരിൽ തന്നെ തോൽപ്പിച്ച നേതാക്കൾക്ക് നൽകിയ പദവികൾ തിരിച്ചെടുക്കണമെന്നും പത്മജ കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെടുകയുണ്ടായി. കരുണാകരൻ സ്മാരക നിർമ്മാണത്തിലെ സംസ്ഥാന നേതാക്കളുടെ നിസ്സഹകരണത്തെക്കുറിച്ചും പത്മജ KC വേണുഗോപാലിനോട് പരാതിപ്പെട്ടിരുന്നു. നിർമ്മാണവുമായി സഹകരിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പാർട്ടി നേതാക്കളോട് പറഞ്ഞതും പത്മജയെ ചൊടിപ്പിച്ചിരുന്നു. സ്മാരക നിർമ്മാണ ഫണ്ടിൽ നിന്ന് ഒരു നേതാവ് പണമെടുത്തതും പ്രകോപനത്തിന് കാരണമായിരുന്നു. തന്റെ ആവശ്യങ്ങൾക്ക് യാതൊരു പരിഗണനയും തന്നില്ലെന്നാണ് പത്മജ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ അതേസമയം ലീഡറുടെ പാരമ്പര്യം മകൾ മനസ്സിലാക്കണമായിരുന്നുവെന്നാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിക്കുന്നത്. പിതാവിനെ ഓർമ്മയുണ്ടായിരുന്നുവെങ്കിൽ പത്മജ ഒരു വർഗീയ പാർട്ടിക്ക് ഒപ്പം പോകില്ലായിരുന്നുവെന്നും പത്മജയ്ക്ക് പാർട്ടി ഒരുപാട് അവസരങ്ങൾ നൽകിയെന്നും ഇത്രയും അവസരങ്ങൾ കിട്ടിയ മറ്റൊരാൾ പാർട്ടിയിൽ ഇല്ല എന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. കരുണാകരന്റെ മകൾ ബിജെപിയിൽ പോകുമെന്ന് കരുതിയില്ല എന്നാണ് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റായ ജെബി മേത്തർ പ്രതികരിച്ചത്. പാർട്ടി വിടാനുള്ള കാരണമുണ്ടെങ്കിൽ അതുപോലും ഒരു സൃഷ്ടിയാണ്. പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ് പത്മജ. എല്ലാ തരത്തിലുമുള്ള ബഹുമാനവും പാർട്ടി പത്മജയ്ക്ക് നൽകിയിട്ടുണ്ട്. ആരുടെയെങ്കിലും പാർട്ടി മാറ്റം ഒന്നും തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും ജെബി മേത്തർ പറഞ്ഞു. എന്നാൽ അതേസമയം പത്മജ വേണുഗോപാലിനെ ബിജെപിയിൽ ചേർക്കാനുള്ള നീക്കം നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അറിവോടെയാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പത്മജ വേണുഗോപാലിന് ഉചിതമായ പദവികൾ നൽകുമെന്ന് പാർട്ടി വൃത്തങ്ങൾ പറയുന്നുമുണ്ട്. അതേസമയം ദേശീയ നേതാക്കളുമായൊക്കെ കഴിഞ്ഞ ദിവസം ഇവർ ചർച്ച നടത്തിയിരുന്നു. പാർട്ടിയിൽ നിരന്തരം അവഗണന നേരിട്ടുവെന്ന പരാതിയാണ് പത്മജയെ കടുത്ത നിലപാടിൽ എത്തിച്ചത്. 3ാം ലോക്സഭാ സീറ്റ് ആവശ്യത്തിൽ നിന്ന് പിൻവാങ്ങാൻ മുസ്ലിം ലീഗിന് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തത് പത്മജയെ വീണ്ടും പിണക്കുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചു. ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്ന് കോൺഗ്രസ് എന്ന വിവരങ്ങൾ പത്മജ നീക്കി. ഇന്ത്യൻ പൊളിറ്റീഷ്യൻ ഫ്രം കേരള എന്നാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ പുതുതായി ചേർത്തിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരളത്തിലെ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് പത്മജയുടെ ഈ തീരുമാനം കാരണം ഉണ്ടായിരിക്കുന്നത്. AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കോൺഗ്രസ് വിട്ട് ബിജെപിയിലെത്തിയതിന് പിന്നാലെയാണ് ലീഡറുടെ മകളും ബിജെപിയിലേക്ക് എത്തുന്നത്. പത്തനംതിട്ടയിലെ പാർട്ടി സ്ഥാനാർത്ഥിയായി അനിൽ ആന്റണിയെ ബിജെപി പ്രഖ്യാപിച്ചിരുന്നു.
BJPയിലെത്തുന്ന പത്മജ ചാലക്കുടിയിൽ നിന്ന് മത്സരിക്കുമെന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം. എന്നാൽ അതേസമയം ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ലെന്ന് BJP വൃത്തങ്ങൾ പറയുന്നുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി 2004 മുകുന്ദപുരത്ത് നിന്നും ലോക്സഭയിലേക്കും തൃശൂരിൽ നിന്ന് 2021 നിയമസഭയിലേക്കും മത്സരിച്ച് പത്മജ പരാജയപ്പെട്ടിരുന്നു. 2004 ലോലപ്പൻ നമ്പാടിനോടാണ് അന്ന് പത്മജ പരാജയപ്പെട്ടത്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം 2016 തൃശൂരിൽ VS സുനിൽകുമാറിനോടാണ് പരാജയപ്പെട്ടത്. ശേഷം 2021 P. ബാലചന്ദ്രനോട് പരാജയപ്പെടുന്നത്. നിലവിൽ KPCC ജനറൽ സെക്രട്ടറി ആണെങ്കിലും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നേതൃത്വവുമായി അകൽച്ചയിലാണ് പത്മജ. പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനത്തിനിടെ വാഹനത്തിൽ കയറ്റാതെ ഒതുക്കിയതിൽ തുടങ്ങിയ ഭിന്നതയാണ് ഇപ്പോൾ പാർട്ടി വിടുന്ന ഘട്ടത്തിലേക്ക് പത്മജയെ എത്തിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പത്മജ ഡൽഹിയിൽ സന്ദർശനം നടത്തിയിരുന്നു. ബിസിനസ് സംബന്ധമായ ആവശ്യങ്ങൾക്കായി ഡൽഹിയിൽ വന്നുവെന്നായിരുന്നു പത്മജ ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞിരുന്നത്. എന്നാൽ അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചടിയാണ്. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ കരുത്തനായ നേതാവുമായ K. കരുണാകരന്റെ മകളാണ് പത്മജ. അതുമാത്രമല്ല, നിലവിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും MP-യുമായ K. മുരളീധരന്റെ സഹോദരിയാണ് അവർ. K. മുരളീധരന്റെ സഹോദരിയായിട്ടും പാർട്ടിയിൽ നിന്ന് നിരന്തരം അവഗണന നേരിട്ടതുമെല്ലാം പത്മജയെ അതൃപ്തയാക്കി. മണ്ഡലത്തിൽ ഇത്തവണ വലിയ വിജയപ്രതീക്ഷയിലാണ് UDF ഇറങ്ങുന്നത്. പത്മജ പോകുന്നത് NDAക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ് ഒരുക്കി കൊടുക്കുന്നത്.